നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സിവിൽ സർവീസ് ടോപ്പ് റാങ്കിൽ പാസ്സായി ശാലിനി വിഷ്ണു അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാളി ഇത്രയും ഉയർന്ന റാങ്കോടെ സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ശാലിനിയുടെ മാത്രം വിജയമല്ല, മുഴുവൻ മലയാളികളുടെയും വിജയമാണ്. അതെ ബ്രോ, അതെ കളക്ടർ. അയ്യോ 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 എനിക്ക് ഭാര്യ കളക്ടറായിരുന്നു. കേട്ടാ പോട്ടാ. സന്തോഷം കൊണ്ട് എനിക്ക് നമുക്കിത് അടിച്ചു കൊടുച്ചാലോ? പതുക്കെ പറ. അമ്മ എങ്ങനെ കേട്ടാ ഒന്ന് പോടവിടുന്ന്. എടോ, അമ്മ ഇവിടുന്ന് കേൾക്കാനാ. അമ്മ കെട്ടിട മണ്ണിയുടെ കാര്യത്തിൽ കോൺട്രാക്ടർ കാണാൻ പോയിരിക്കില്ലേ? അങ്ങനെ ഫയൽ എടുക്കാൻ മറന്നുപോയി. സുരേഷ് ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാനിപ്പോ വരാം. ശരി. എന്താണ് പ്രോബ്ലം? ഈ വാർത്ത ശാലിനി അറിഞ്ഞു അറിയോ നിൽക്കേ? അയ്യോ, അറിഞ്ഞെങ്കിൽ നീ അവളെ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻ പറയണ്ടേ? അത് ശരിയാണല്ലോ അല്ലേ? അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് അത് വേണ്ടതാ ബ്രോ. അയ്യോ അഭിനേ, സാരമില്ല, ആശംസ നേരിട്ട് പറയുന്നത് നല്ലതേ. അത് ശരിയാ ബ്രോ, ഞെട്ടിക്കണം. ഞെട്ടിച്ചളയാം. അവിടെ പോയി നിക്കല. പിന്നെ പോകുമ്പോഴേ വെറുതെ പോയി പോരാ. അവക്കെ മധുരപലഹാരം മിഠായിയൊക്കെ മേടിച്ചോണ്ട് പോണം. അത് ഞാൻ ഏറ്റച്ച. അമ്മ എന്താ? രാജ്യത്തെ അതിബുദ്ധിശാലികളുടെ ശക്തമായ മത്സരം നടക്കുന്ന പരീക്ഷയിലാണ് ഈ മലയാളി വിജയം. അഭിമാന നേട്ടം കൈവരിച്ച ഈ മലയാളി യുവതിക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അഭിനന്ദന പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഒന്ന് വീഴാൻ പോയതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിരുമേനി, ഒന്ന് പുറത്തേക്ക് വരൂ. എന്തു പറ്റി? മുഹൂർത്തം നോക്കുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ സംസാരിച്ചു തീരാൻ കുറച്ച് സമയമെടുക്കും. വരൂ. എന്താ മോനെ ഇതെന്തിനാ? സത്യവിരുദ്ധമായ എന്തെങ്കിലും പറയാനാണെങ്കിൽ നടക്കില്ല. നടക്കും, നടക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആയുസ് കൂട്ടിക്കിഴിച്ച് പറയുന്ന ജ്യോത്സ്യരുടെ ആയുസേ ഞാൻ ഗണിക്കേണ്ടി വരും. ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാന്ന് പറയണം. വിവാഹം മുടക്കണം. മനസ്സിലായോ? എന്താ തിരുമേനി?
നേരെ ചൊവ്വയെ നോക്കിയാലും ഇത് തന്നെയാ പറയേണ്ടത്. സത്യം വിളിച്ചു പറയാനാണ് പണം തരുന്നതെങ്കിൽ ലക്ഷ്മി ദേവി നിഷേധിക്കേണ്ട കാര്യവുമില്ല. വിവാഹം നടക്കില്ല, ഉറപ്പ്. എന്താ അമ്മേ? അതും ഇരിക്കെ. മോന്റെ ആലോചന തുടങ്ങി കല്യാണം വരെ എല്ലാം നേരിട്ട് നടത്തണമെന്നായിരുന്നു രഘുവേട്ടന്. അമ്മയുടെ സംസാരം നീളുന്ന കണ്ടപ്പോ ഞാൻ തിരുമേനിയെ പുറത്തേക്ക് വിളിച്ചതാ. ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. അത് നന്നായി. എന്നാ നമുക്കിത് നോക്കിയാലോ തിരുമേനി? ആയിക്കോട്ടെ. എന്താ തിരുമേനി? വേറൊന്നും തോന്നരുത്. ഈ ആലോചനയുമായി മുന്നോട്ട് പോകണ്ട. ഗ്രഹനിലകൾ തമ്മിൽ ആരസൗരി യോഗത്തിലാണ്. ആരസൗരി യോഗേതു സർവം നാശയാതിക്ഷണ എന്ന പ്രമാണം. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഒരാളുടെ മരണത്തിന് വരെ സാധ്യതയുണ്ട്. ഈശ്വര, ഇനി ഇതിലൊരു ചിന്ത വേണ്ട, അവസാനിപ്പിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ തെറ്റ് ചെയ്തെന്നും അച്ഛന്റെ വിശ്വാസം തകർത്തുവെന്നും അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാം, ആര് പറഞ്ഞാലും അച്ഛൻ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന്. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റുകൊണ്ടും മനസ്സ് വേദനിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ടും എനിക്കൊരു അപേക്ഷയുണ്ട് അച്ഛനോട്. ഞാൻ ചെയ്ത തെറ്റിന് സന്ദീപിനെ ആതിരെയും ഇനി അച്ഛൻ വിഷമിപ്പിക്കരുത്. അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നു. എനിക്ക് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഒരു പരാതിയും പറയാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ എന്നോടുള്ള ദേഷ്യം അച്ഛൻ സന്ദീപിനോടും അതിനോടും തീർക്കരുത്. ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരവര് തമ്മിൽ പിരിക്കരുത്. എന്നോട് അച്ഛനൊന്ന് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനിനി നിർബന്ധിക്കില്ല. പക്ഷെ എന്റെ ഈ ആവശ്യം അച്ഛൻ അംഗീകരിക്കണം. ഞാനിവിടെ വന്ന നാൾ മുതൽ അച്ഛൻ എന്നെ കാണുന്നതാ. ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് അച്ഛൻ അറിയില്ലേ? എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും വാത്സല്യം തരുകയും ചെയ്ത ആളാ അച്ഛൻ. അതുകൊണ്ടാവും എന്നോടിപ്പോ ഇത്രയും ദേഷ്യവും. പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. സന്ദീപിനെ തിരിച്ചു വിളിക്കണം. എന്നോടുള്ള ദേഷ്യം അതേപടി മനസ്സിൽ വെച്ചാലും സാരമില്ല. എല്ലാം മറന്ന് സന്ദീപിനെ ഒന്ന് തിരിച്ചു വിളിക്കണം. സച്ചി,
എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി. നീ ചെന്ന് അവന്തികയോടോ അനക്കയോടോ ഇവിടെ വരെ ഒന്ന് വരാൻ പറയും. സച്ചിട്ടാ വേണ്ട, അച്ഛനും ഞാൻ എടുത്തു കൊടുത്തോളാം. അത് വേണ്ട. എനിക്കിപ്പോ പഴയ പോലെ ആരെയും വിശ്വാസമില്ല. അതിന് കാരണം എന്റെ അനുഭവങ്ങൾ തന്നെയാണ്. എനിക്ക് ചുറ്റുമുള്ളവർ മുഖംമൂടി ധരിച്ച് അവസരം കിട്ടിയാൽ ചതിക്കാൻ മടിക്കാത്തവരുമാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആരും തലയിടണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. ഇങ്ങനൊരു തീരുമാനം നേരത്തെ എടുക്കാത്തതാണ് ഇപ്പൊ നടന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം. അതിനി ആവർത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാണിക്യമംഗലത്തുകാരുടെ മുന്നിൽ മംഗലശ്ശേരിക്കാരെ ഒന്നടങ്കം കൊണ്ട് നിർത്തി നീ നാണം കെടുത്തിയില്ലേ? ഞാനാണോ അത് ചെയ്തത്? നീ അല്ലാതെ പിന്നെ ആരാടി? ഞാൻ എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏതോ ഒരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി ഒരു കഥ പറയിച്ചാൽ അത് സത്യമാവോ? ദിനേശനും പിന്നെ ഇവളും കൂടെ ചേർന്നല്ലേ അത് ചെയ്യിച്ചത്? അമ്മൂനെ എങ്ങനെ അതിന് കൂട്ടുപിടിക്കാനാവും കവിത? കഥ അറിയാതെ വേഷം കെട്ടി ആടുന്നവളായി ശ്രീദേവി. പ്ലീസ് മിണ്ടാതിരിക്കാൻ. അഡ്വക്കേറ്റ് പറഞ്ഞതൊക്കെ സത്യമാ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കാം. ഞാനൊരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്നാ കവിത ആരോപിക്കുന്നത്. അത് നിയമം പഠിച്ചവനോട്. ഇനി മംഗലശ്ശേരിയിൽ നീ ഉണ്ടാവാൻ പാടില്ല. നിനക്കവിടെ നിന്നിറങ്ങാം. നിന്റേതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് എന്റെ വീട് ഒഴിഞ്ഞു തരണം. അതിപ്പ വേണം. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. വേണ്ട മുത്തശ്ശ, അങ്ങനെയൊന്നും പറയരുത്. കവിത ചേച്ചി ഇറക്കി വിടരുത്. ഇനി ഇവളെ ഇവിടെ വെച്ച് വഴിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ കവിതച്ചോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്താക്കരുത് മുത്തശ്ശ. നീ കുറെ ദ്രോഹിച്ചിട്ടും ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇനി എന്നാടി നീ ഒരു സ്ത്രീയാവുന്നത്? ചേച്ചി, ചേച്ചി ഒന്ന്, ചേച്ചി. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നീ പോക്കോ. വാ അമ്മേ, വാ. വിഷമിക്കാതെ അമ്മേ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷപ്പാമ്പിനെയാണല്ലോ ഇത്രയും നാള് ഞാൻ മനസ്സിൽ കൊണ്ടുവന്നത്. ആ വിഷപ്പാമ്പ് തന്നെ. അവളെ എത്ര നാൾ ഒഴിച്ചു നിർത്താൻ പറ്റും ഏട്ടന്? ഏട്ടൻ ഫോൺ കട്ട് ചെയ്യരുതായിരുന്നു. അവക്ക് എന്താ പറയാനുള്ളേന്ന് കേക്കണ്ടേ? ദേ, അവളുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. കവിത തന്നെ ആവും. ഏട്ടൻ ഫോൺ എടുക്ക്. ഇനി നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഗൗതത്തിന് എന്നെയാണോ വിശ്വാസം? വേറെ ഏതോ മദ്യപാനിയായ വക്കീലിനാണോ? അയാളെ ഉപദ്രവിച്ച് പറഞ്ഞു കൊടുത്തത് ആവർത്തിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ പോയോ? അയാള് പേരെടുത്തൊരു വക്കീലായതുകൊണ്ടാ ഞാൻ വിശ്വസിച്ചത്. അത് മാത്രമല്ല, കിച്ചന്റെ അമ്മയെ ബന്ദിയാക്കി നീ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് മറന്നുകളയണ്ട. അത് മംഗലശ്ശേരിയിലുള്ളവരെ കണ്ടിരുന്നെങ്കിൽ അമ്മു സഞ്ജുവിന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നല്ലേ നീ പറഞ്ഞത്? ആ, അതുപോലെ ഞാനും അതങ്ങ് വിശ്വസിച്ചൊന്ന് നീ കൂട്ടിക്കോ. ഗൗതം, ആ ദിനേശിനും അമ്മും കൂടെ ചേർന്നുള്ള ഒത്തുകളിയത്. ഗൗതം, ഇതൊന്നും വിശ്വസിക്കരുത് പ്ലീസ്. അമ്മൂനെ നിന്റെ വാക്ക് കേട്ട് കുറെ ദ്രോഹിച്ചവനാ ഞാൻ. പല വട്ടം അവളെ കൊന്നുകളയാൻ പോലും ഞാൻ ശ്രമിച്ചു. എന്നിട്ട് അവള് മാലാഖയെ പോലെ വന്ന് നിന്റെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ മാത്രമല്ല, എന്റെ അമ്മയുടെയും ജീവനും ജീവിതവും രക്ഷിച്ചത് അവളാ. ഇനി മുതല് അമ്മ എനിക്ക് എന്റെ മോളെ പോലെയാ. അവളെപ്പറ്റി നീ എന്തെങ്കിലും പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നിങ്ങളോട് എനിക്ക് സഹതാപ തോന്നുന്നു. എന്നെ താലി കെട്ടി പുരുഷനെ ഞാൻ എന്തിനാ കൊല്ലുന്നേ? അതെങ്കില് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നിനക്ക് വേണ്ടത് ഭർത്താവിനെ അല്ല, ഒരു മനുഷ്യന്റെയും താഴെ നീ നിൽക്കില്ല. നിനക്ക് ഭർത്താവിനെ വേണമായിരുന്നെങ്കിൽ നീ ഞാൻ എന്നെ ഒന്നിച്ച് ജീവിച്ചേനെ. സ്വന്തം സഹോദരനെ കൊല്ലാൻ മനസ്സ് വന്ന നിനക്ക് എന്നെ കൊല്ലാനാണോ മനസ്സ് വരാത്തത്? ദേ, എല്ലാം ഇതോടെ അവസാനിച്ചു. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. ഗൗതം, ഹലോ. ഏട്ടന് അവളെ എങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഞാൻ ഒഴിവാക്കിയതല്ലേ? ഇന്ന് നടക്കാനിരുന്നത് മംഗലശ്ശേരിക്കാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രം. നിയമപരമായി നിങ്ങൾ വിവാഹിതരാ. കവിത നിയമ നടപടിക്ക് തുനിഞ്ഞാൽ ഏട്ടന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ത് വിലയാ ഞാൻ കൊടുക്കേണ്ടത്? ജീവനാംശമോ? ഗൗതത്തിന് ഒന്ന് തൊടാൻ പോലും കിട്ടിയിട്ട് വേണ്ടേ? ദേ, സ്വന്തമായിട്ടൊരു മേൽവിലാസം പോലും എനിക്കില്ല. അവളെ അനുഭവിപ്പിച്ചിട്ട് ഞാൻ പോവും. വിശ്വാസവഞ്ചനയോളം വലിയ വഞ്ചന വേറെ ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏതായാലും എത്ര പരിശ്രമിച്ചിട്ടായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കും. ദേവമ്മയുടെ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതാരായാലും അയാളെ ഞാൻ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ എത്തിച്ച് അയാൾക്ക് ഞാൻ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും. മോളെ, നീ സൂക്ഷിക്കണം. ഒരമ്മയും ദൈവമ്മയും കൂട്ടിനുള്ളപ്പോ പിന്നെ ഞാൻ ആരെ അച്ഛ പേടിക്കേണ്ടത്? പാർവതി,
ആ ഇത് നീ പിടിച്ചേ. ഇതെന്താ? ഇത് കുറച്ച് ഡ്രസ്സുകളാണ്. ഇതിനുള്ളിൽ തനിക്കുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. വാങ്ങിക്ക വാങ്ങിക്ക. സർപ്രൈസ് ഗിഫ്റ്റോ? സാരിയാണോ? അതെ, വെറും സാരിയല്ല, മത്താപ്പ് പോലത്തെ ഒന്നാം തരം പട്ട് സാരി. പട്ട് സാരിയോ? ഇതൊക്കെ എന്തിനാ വാങ്ങിയത്? എടോ, താൻ ആദ്യമായിട്ട് എന്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവല്ലേ? അവിടുത്തെ നാട്ടുകാര് തന്നെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ? താൻ അവിടെ ചെല്ലുമ്പോ ഒരു നാട് മുഴുവൻ തന്നെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കും. അന്നേരം ഗായത്രി അമ്മയുടെ മരുമകൾ ഗായത്രി അമ്മയെ പോലെ തന്നെ സുന്ദരിയായിരിക്കണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ ഈ പട്ടുസാരി വാങ്ങിക്കൊണ്ടു വന്നത്. എന്തിനാ സർ ഇങ്ങനെ കാശ് പാഴാക്കുന്നേ? എനിക്കിപ്പൊ തന്നെ ധാരാളം സാരികളുണ്ടല്ലോ. എടോ പാർവതി, ഇത് ഞാൻ മനസ്സ് നിറഞ്ഞ് നിനക്ക് നൽകുന്ന സമ്മാനോ. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കിയാലും എനിക്ക് അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് താൻ ആ ചിന്ത അങ്ങ് വിട്ടേക്ക്. ശരി, സമ്മാനം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലല്ല, നിൽക്ക്. അത് തുറക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ഗെയിമുണ്ട്. ഗെയിമോ? ആ അതെ. താൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ളിലെ സാരിയുടെ നിറം എന്താണെന്ന് ഊഹിച്ച് പറയണം. പറഞ്ഞ ആ നിറം കൃത്യമായാൽ തന്നെ കെട്ടിപ്പിടിച്ച് ഒരു മുതുകവും. അത് കൊള്ളാലോ. ആ പിന്നെ തീർന്നില്ല. ഇനി താൻ പറയുന്നത് തെറ്റാണെങ്കിൽ താനൊരു ചുംബനം എനിക്ക് തരണം. ശരി ശരി, ആയിക്കോട്ടെ. ആ അപ്പോ എന്താ സാരിയുടെ നിറം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല്ലവി, എന്താ? ഞാൻ നിനക്ക് ഒരു സാരി തരാൻ വേണ്ടി വന്നതാ. സാരിയോ? എനിക്കോ? അതെ, നിനക്ക് തന്നെ. എന്തേ? അപ്പോ ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സില് നിന്നെ കുറിച്ചുള്ള കരുതലുകളേ ഉള്ളൂ. നിന്നെ ഞാൻ അതിര് കടന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാസിച്ചിട്ടുണ്ടെങ്കിൽ, അതെപ്പോഴും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള എന്റെ ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. അതൊക്കെ നീ മറന്നേക്ക്. നീ ഇതിൽ നിന്നൊരു സാരി എടുക്ക. ലക്ഷ്മിപുരത്തേക്ക് പോകുന്നതിന് പ്രമാണിച്ച് വിശാൽ സാർ ഇവിടെ എല്ലാവർക്കുമായിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ ഇതെല്ലാം. ദാ, ഇഷ്ടമുള്ളത് എടുക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കുന്നു. അയ്യോ മോളെ, ഇത് വിശാൽ സാറ് എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. ഞാനിത് മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. വിശാൽ സാർ ഇവൾക്ക് വേണ്ടി വാങ്ങിയ സാരിയാണെങ്കിൽ ഇതിന് വലിയ വില ഉണ്ടാവുമല്ലോ.
എന്നാൽ ഈ സാരി എനിക്ക് തന്നെ വേണം. മോള് ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഏത് സാരി വേണമെങ്കിലും എടുത്തോളൂ. ശ്ശോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതുപോലൊരു സാരി ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. എന്റെ പൊന്ന് ചേച്ചിയല്ലേ, ഇതെനിക്ക് തരുവോ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി ഈ സാരി എനിക്ക് തരും. ചേച്ചിക്ക് ഈ സാരിയാണോ വലുത് അതോ പല്ലവി മോളാണോ? മോളെ, അത് എനിക്ക് നീ തന്നെയാണ് വലുത്. പക്ഷേ വിശാൽ സാറിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ സാരി ഞാൻ എടുത്തു. ഞാനേ ഇതൊന്ന് ഉടുത്ത് നോക്കട്ടെ, എന്നിട്ട് ചേച്ചിയെ വിളിക്കാം. ചേച്ചി ഇത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തേക്ക്. ചേച്ചി ചെല്ല് ചേച്ചി. സാറ് മോഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാരി ഞാൻ പല്ലവിക്ക് കൊടുത്തത്. സാറിന് അത് വലിയ വിഷമാവുമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണ, ശ്രീകുട്ടി, അവിടെ ഞാനിപ്പോ കണ്ടതാണല്ലോ. ചേട്ടാ, വേഗം അവിടെ വരെ പോണം. വേഗം അവിടെ. ചേട്ടാ, ആ വഴിയൊന്ന് പോവാമോ? ഒരു കുട്ടിയെ അവര് തട്ടിക്കൊണ്ടുപോയി. അവരുടെ പിന്നാലെ ഒന്ന് പോവാൻ വേണ്ടിട്ടാ. അവരൊന്ന് കണ്ടുപിടിക്കണം. ഒന്ന് സ്പീഡിൽ പോവാമോ? എന്താ ശ്യാമ? സാർ, ഞാൻ ശ്രീകുട്ടിയെ കണ്ടു. അവള് ഇവിടെ എവിടെ ഉണ്ട്. അവൾ അവരെ തട്ടിക്കൊണ്ട് പോയതാ സാർ. ഞാൻ അവളുടെ പിന്നാലെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സാറിന് ലൊക്കേഷൻ അയക്കാം. പെട്ടെന്ന് വരണേ സാർ. അതെയോ, ഞാൻ ഉടനെ എത്താം. മോൾ ഇനി മിസ്സാവരുത്. സൂക്ഷിച്ച് പിന്നാലെ പൊക്കോ. ശരി, ഞാൻ ലൊക്കേഷൻ അയക്കാവേ. ഈശ്വര, ആനന്ദ നിലയത്തിൽ വെച്ച് ഐശ്വര്യ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? മാഡം, എനിക്ക് സുഖമില്ലാത്തോണ്ടാ ഞാൻ ലീവ് എടുത്തേ. മതി, നിർത്ത്. നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേക്കണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. എന്താ മാഡം? എന്താ, നിനക്ക് ഓഫീസിലെ ജോലി മടുത്തോ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല മാഡം, എനിക്ക് മാഡത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ വലിയ ഇഷ്ടാ. എന്നാ ഇനി ഇങ്ങനെ ലീവ് എടുക്കരുത്. ഇനി നിന്നെ ഞാൻ ഫോൺ ചെയ്ത് വരുത്താൻ ഇടവരുത്തരുത്. മനസ്സിലായോ? മനസ്സിലായി മാഡം. എന്നാ ചെല്ല്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് സെറ്റിൽ വേഗം. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിൻ 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 കണ്ണു തുറക്ക് ജാസ്മിൻ 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 പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല, താങ്ക്സ്. ഈശ്വര, അരുണാണല്ലോ വിളിക്കുന്നത്. കോൾ കട്ട് ചെയ്തോ? ഞാൻ പിന്നെ വിളിക്കാം. അത് ബോധം പോയപ്പോ എന്റെ ഫോൺ ഇവിടെ വീണു പോയതാ. അതൊക്കെ നീ എന്തിനാ കോള് കട്ട് ചെയ്തത്? അതാരുടെ കോളാ? ഒരു ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ കോള് നീ അറ്റൻഡ് ചെയ്യാത്തത് എന്താ? എവിടെ? അത് ആരാണെന്ന് നോക്കട്ടെ. അത് മാം, എന്റെ സ്റ്റാഫാണ് നീ. ഇങ്ങനെയുള്ള ചുറ്റിക്കളികളൊന്നും ഈ ഓഫീസിൽ വേണ്ട. ഫോണിങ് എടുക്ക്. മാം, അത് കാണിക്കടി. മാഡം വളരെ സ്ട്രിക്റ്റ് ആണെന്ന് എനിക്കറിയാം. മാഡത്തിന്റെ ഓഫീസിൽ ജോലി സമയത്ത് പുറത്തുനിന്നുള്ള കോളുകൾ പാടില്ല എന്നും അറിയാം. അതുകൊണ്ടാ കോള് കട്ട് ചെയ്തേ. അപ്പോ നിനക്കെന്നെ പേടിയുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാ സ്റ്റാഫിനും മാഡത്തെ പേടിയും ബഹുമാനമാണ്. മാഡത്തിന്റെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല. അതാ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കോള് കട്ട് ചെയ്തേ. എന്നാ ഓക്കെ, വേഗം കണക്ക് സെറ്റിൽ ചെയ്യും. ശരി മാഡം. ഈശ്വര, കാത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് മാറി. കല്യാണ സ്ഥലത്ത് ഒരു കൂട്ടത്തല്ല് നടക്കും. മോനെ കാർത്തികേ, കാറ് വേഗം കൊണ്ടുവാ. നമുക്ക് മൈഥിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് നിന്നേ. അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ? അല്ല, ഇത് മുല്ലക്കാട്ട് സുഭദ്രയല്ലേ? ഹോ, സുഭദ്ര ദൈവം കൊണ്ട് എത്തിച്ചതാണല്ലോ ഇവിടെ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അല്ലേ സുഭദ്രേ? മൈഥിലി മോളെ, അതിനുള്ള സമയം ഇനിയില്ല അമ്മേ.
ഇനി ഏത് സമയത്തും ഡെലിവറി നടക്കാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ? കൊണ്ടുപോകുന്ന കാറിൽ വെച്ച് പ്രസവം നടന്നാലോ? അയ്യോ അയ്യോ ഈശ്വരാ. ഇക്കാര്യം ഞാൻ ഏറ്റു, പേടിക്കണ്ട. അല്ല അത് എന്നെ കുറിച്ച് നിങ്ങൾക്കാർക്ക് അറിയാത്തോണ്ടാ. അമ്മ പറഞ്ഞു തരും. മോളെ ഒന്നുമില്ല. ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാ സുഭദ്ര. വർഷങ്ങളായി ലേബർ റൂമിന്റെ ചാർജാ. പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി. ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. എല്ലാവരും പുറത്തേക്ക് പൊയ്ക്കോ. പേടിക്കണ്ട കേട്ടോ. വന്നേ. സൂക്ഷിച്ച്. പുറത്തേക്ക് നിൽക്ക്. ആ കരയാതെ മോളെ. കുറച്ചു നേരത്തേക്ക് ഈ വേദന അനുഭവിച്ചേ പറ്റൂ. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതല്ലേ നല്ലത്. എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു അച്ഛാ. അതിന്റെ സമയം കഴിഞ്ഞു പോയിന്നല്ലേ അവര് പറഞ്ഞേ. പ്രസവം എടുക്കുന്ന നേഴ്സാ അവര്, പുന്നക്കാട്ടെ സുഭദ്ര. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാറിൽ വെച്ച് പ്രസവിക്കുമെന്നാ അവര് പറയുന്നേ. എന്തായാലും അവര് എക്സ്പെർട്ടാ. നമുക്ക് അവരെ വിശ്വസിക്കാം. മോനെ കാർത്തിക്, അമ്മേ, മോൻ വിഷമിക്കണ്ട. ഇല്ല, മൈഥിലിക്ക് ഒന്നും പറ്റില്ല. സമാധാനായിട്ടിരിക്കെ. ഡെലിവറി ഡേറ്റ് ആയില്ലല്ലോ. ആയിട്ടില്ല. എന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ദൈവം തന്നതാ. ആദ്യം എടുക്കുന്ന ആളോടായിരിക്കും കുഞ്ഞിന് കൂടുതൽ അടുപ്പം. അത് മറക്കണ്ട. ACP അച്ഛാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കുഞ്ഞിനെ ഉടനെ തന്നെ കാണാൻ പറ്റും. അവരിപ്പൊ കൊണ്ടുവരും. നീ കുഞ്ഞിനോട് പോലീസ് മുറയിലൊന്നും പെരുമാറിയേക്കല്ലേ? ഒന്ന് പോടാ. അമ്മേ, കാണിച്ചു കൊടുക്കുമോളെ കുഞ്ഞിന്റെ അച്ഛനെ. സൂക്ഷിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുക്ക. അപ്പൂപ്പനെയും അമ്മൂമ്മയും
മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ. പൊന്നുമോള്. മീനാക്ഷി സൂക്ഷിച്ച്. അച്ഛന്റെ ചായയല്ലേ ഇവൾക്ക്? കാർത്തിക്കിന്റെ. ഏയ്, എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് അതിന്റെ അമ്മമ്മയുടെ ചായയാണെന്നാ. സാവിത്രി ചേച്ചിയുടെ. നീ എന്നെ അതൊന്ന് കളിയാക്കിയതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കുട്ടിക്ക് അതിന്റെ അമ്മയുടെയും അച്ഛന്റെയും ചായയല്ലേ വരും. അതാണല്ലോ അതിന്റെ ശരീരശാസ്ത്രം. ഇന്നെന്തായാലും ചെമ്പകമംഗലത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല ദിവസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.